ദൈവത്തിനെ ഞങ്ങൾ മുറുക്കി പിടിക്കുക തന്നെയായിരുന്നു, ഒരു സെക്കൻഡ് പോലും വിടാതെ. അത്രയും തീവ്രമായിട്ട് ഞാൻ നിങ്ങളോട് ഓർത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറച്ചു പിടിച്ചോ, ഉറപ്പായിട്ടും നിങ്ങളെ വിട്ടുകളയില്ല. ദൈവം നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരും. ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഉടമ്പടിയിലനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഉടമ്പടി അനുസരിക്കുന്നവൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. യാതൊരു സമയം അതാണ് നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തുള്ള പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം. നമുക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓർമ്മിപ്പിച്ച് തരുന്നൊരു പരിപാടിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ ഉറച്ചു നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരത്തി ഒരു പെൺകുട്ടിയോട് അവളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് മോള് പാസ്സായി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, മോള് പാസ്സാവുന്നത് ഉറപ്പാണോ, മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണേ, നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കൂടെ, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി തുടങ്ങി. അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക ഒരു അറിവായി. അപ്പോൾ സത്യം പറയില്ല, ആ നിമിഷം തൊട്ട് ഞാൻ ഇവള് ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ അനാഥശാലകളിലും വൃദ്ധസദനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ കാര്യങ്ങളും പിന്നെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കി. അത് എനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഇവളൊരു 5 മാർക്ക് ഡിഫറൻസിലാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുതൽക്കൂട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൂടി അത് എത്രമാത്രം അതിലേക്ക് ദൈവം കരുതലാക്കി. അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനോട് ചെയ്യാതിരിക്കുക. അത് ഒരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ.